തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗ്ഗസ്ഥനാഥ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ഇടമഹത്തുള്ള ശുശ്രൂഷയ്ക്കായി നീ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ അനേകരുടെ ജീവിതത്തിൽ ആഴമായി സ്പർശിക്കുവാൻ കർത്താവെ ഇതിൽ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലഹീനാടിയങ്ങളെ കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠ കൃപയും സാന്നിധ്യത്താൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവ് വചനമായ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കത്തക്കോണം കർത്താവെ ഈ ശുശ്രൂഷ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് സമയത്ത് അങ്ങയുടെ ജനത്തെ നിൻ്റെ കരൾ സർപ്പിക്കുന്നിടത്ത് ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവെ, വിലയിന അടിയനെ കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് ഏറ്റവും ലളിതമായ വചനം എത്തിക്കുക മാത്രമല്ല കർത്താവ്, അത് അനേകരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്കം ക്രിയ ചെയ്യത്തക്കോണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്മേലുണ്ടായിരുന്നു വഴി നടത്തുന്നത് യേശു നാശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയിൽ കൂടെ അനേകരെ വചനത്തിലേക്ക് നയിക്കത്തക്കോണം ഒരുക്കിയിരിക്കുന്ന വൻ കൃപകൾക്കായ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക ജീവിതയാത്രയിൽ വ്യത്യസ്തമായ അനേക കാര്യങ്ങളിൽ കൂടെ നമുക്ക് പലതും കേൾക്കുവാനും കാണുവാനും ഇടയാകുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സാങ്കേതികമായി ഇത്രമാത്രം മുന്നേറി നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ കരങ്ങളിലുള്ള ഒരു ഫോണെന്ന് പറയുമ്പോൾ അതിനെ സ്മാർട്ട് ഫോണെന്ന് തന്നെയാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സ്മാർട്ട് ഫോണാണോ ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാതെ പോകുന്നുണ്ട്. നാം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ കരങ്ങളിലല്ലായിരുന്നു ഫോണ്. ഒരു ഭവനത്തിലൊരു ഫോൺ കാണും, അതും വിരളമായ ഭവനങ്ങളിൽ മാത്രമേ അന്ന് ഫോണുണ്ടായിരുന്നു. അത് ഉപയുക്തമാക്കുമ്പോഴും നാം പലപ്പോഴും ഒന്ന് ചിന്തിക്കും, വിളിക്കണോ വേണ്ടായോ. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കരങ്ങളിൽ എവിടെ വേണേലും നമുക്ക് സംസാരിക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യം ഒരുക്കപ്പെട്ടു ഫോണായിട്ട്. അത് മുൻപോട്ട് വന്നപ്പോൾ പിന്നെ മെസ്സേജ് അയക്കത്തക്കവണ്ണം SMS വന്നു. അത് വന്ന് ഇന്ന് വാട്സപ്പ്, മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ വന്നതോടെ യഥാർത്ഥത്തിൽ ഇന്ന് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നാം ഇപ്രകാരം ഉള്ള ഒരു യന്ത്രത്തിന്മേൽ ചെലവഴിക്കുന്ന സമയവും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയമായിട്ട് നോക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ്. പണ്ട് ഇവയൊന്നും ഇല്ലാത്തപ്പോൾ നാം കൂടുതലായിട്ട് വചനം വായിക്കുവാനും, ആ വചനം വായിക്കുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കരങ്ങളിൽ വേദപുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നത്തെ കാലയളവിൽ നാം നോക്കുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള സ്മാർട്ട് ഫോൺ യന്ത്രങ്ങളിൽ വചനം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് നേരം വചനം കേൾക്കുകയാണ് ചെയ്യുന്നത്, വായിക്കുകയല്ല ചെയ്യുന്നത്. അവിടെയാണ് പലപ്പോഴും ആ പ്രതിസന്ധികൾ ഉളവാകുന്നത്. കാരണം നാം വേറിട്ടിരുന്ന് വചനം വായിക്കുമ്പോൾ അവിടെ നമ്മെ തന്നെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം, ദൈവം നമ്മളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഒരു താഴ്മയോടെയൊക്കെയാണ് ദൈവസന്നിധിയിൽ ഈ വചനം വായിക്കുവാനിരിക്കുന്നത്. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ എത്രയോ വ്യത്യസ്തമായ ദൂതുകൾ ലഭ്യമാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ കേൾക്കുവാനിടയാകുമ്പോൾ അത് ദൈവസന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകളാണോ അല്ലെങ്കിൽ വാക്കുകളാണോ എന്ന് പോലും നമുക്ക് വേർതിരിവയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ഈ ശബ്ദകോലാഹലങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പലപ്പോഴും ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ ഇടയാകാതെ പോകുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുന്നു. അത് കാരണം ഈ ശബ്ദകോലാഹലങ്ങളുടെ മധ്യത്തിൽ നാം ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് അനേകർ ആദ്യം നോക്കുന്നത് അവരുടെ ഫോണിലേക്കാണ്. എന്താണ് മെസ്സേജ്, എന്താണ് ചെയ്യേണ്ടത്. എങ്കിലോ പഴയകാലം അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞേ മറ്റെല്ലാ കാര്യങ്ങളും ആരംഭിക്കുകയുള്ളൂ. ഇന്ന് ഈ ജീവിത സാഹചര്യത്തിൽ നാം കടന്നു പോകുമ്പോൾ നാം യഥാർത്ഥമായി ദൈവത്തിൻ്റെ
ശബ്ദം കേട്ട് അത് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ നാം പരിശ്രമിക്കാറുണ്ട്. കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഇടയൻ്റെ പ്രവർത്തനത്തെ പറ്റിയും ഇടയൻ എങ്ങനെ ആയിരിക്കുമെന്നും ആ ഇടയൻ്റെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി നമ്മെ ഒരു നല്ല ഇടയൻ എപ്രകാരമായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:27 കർത്താവ് പറയുന്നൊരു കാര്യം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഒരു 1-2 കാര്യം വ്യക്തമാക്കുന്നത്, അതായത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഒരു ഇടയൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ആ ആടിനെ നയിക്കുവാൻ ആരംഭിക്കുന്ന മുതൽ ആ ആട്ടം പറ്റ എത്ര ആയാലും ആ ആടിന് ഓരോ ആടിനും ആ ഇടയൻ്റെ ശബ്ദം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും കർത്താവിൻ്റെ കാലയളവിൽ പലസ്തീൻ നാടുകളിൽ നാം നോക്കുകയാണെങ്കിൽ എത്രയോ ആട്ടുകൂറ്റങ്ങളുണ്ടായിരുന്നു, എത്രയോ ഇടയന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുമിച്ച് പോയാൽ പോലും സായാഹ്നമാവുമ്പോൾ തൻ്റെ ആടിനെ വിളിക്കുവാനുള്ള ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ക്ഷണത്തിൽ എല്ലാ ആടുകളും ആ ഇടയൻ്റെ അടുത്ത് വരിക മാത്രമല്ല, ഇടയനോടൊപ്പം പോകുവാനിടയാകും. ഇന്ന് നാം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ഇടയനുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് നോക്കണം. ഇടയശ്രേഷ്ഠനായ കർത്താവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടോ എന്ന് നാം നോക്കണം. ഇന്ന് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ശബ്ദം കേൾക്കുവാനേക്കാട്ടി കൂടുതൽ ലോകത്തിലുള്ള ഏറ്റവും വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് ശുശ്രൂഷകളിൽ കടന്നു എന്ന് ആ ശബ്ദം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ അത് വ്യക്തതയുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു നമ്മുടെ ചിന്താക്കുഴപ്പം വരുന്ന ഒരു കാര്യങ്ങളല്ല. ഇത് പറയുവാൻ ഇടയാകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10 ആദ്യം മുതൽ നാം വായിക്കുകയാണെങ്കിൽ കർത്താവ് ഇടയന്മാരെ പറ്റി പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അവിടെയുള്ള പരീശന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നാം 27-ാം വാക്യം വായിച്ചെങ്കിലും നമുക്ക് ആദ്യം മുതൽ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 10:2-3 വായിക്കുമ്പോൾ, വാതിൽ നിന്ന് കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. നമ്മെ ഉള്ളതുവണ്ണം അറിയുന്നൊരു കർത്താവ്, നമ്മുടെ പേരറിയും, നമ്മെ പൂർണ്ണമായി അറിയുന്ന ഒരു കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ നാം എത്രമാത്രം പരിശ്രമിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് വാതിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. ഇന്ന് ഈ ലോകത്തിൽ പ്രത്യേകിച്ചും ഈ നൂറ്റാണ്ടുകളിൽ നാം നോക്കുമ്പോൾ അനേകമായ ദാസന്മാർ സുവിശേഷകരണം ചെയ്യുവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവരെ അവരുടേതായ രീതിയിൽ സ്വാധീനിക്കുവാനുള്ള പരിശ്രമങ്ങളാണ്. കർത്താവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് തന്നെ അവരെ. കാരണം കർത്താവ് പറയുന്നത് എന്താ? എൻ്റെ ശബ്ദം കേൾക്കുന്നവർ എൻ്റെ അടുക്കൽ വരുമെന്നാണ് പറയുന്നത്. യഥാർത്ഥമായി കർത്താവിൻ്റെ ദാസന്മാരായി കർത്താവ് നിയമിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ അവർ സംസാരിക്കുമ്പോൾ കർത്താവ് അവരുടെ അടുക്കിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരാനിടയാകും. അതിനു പകരം സ്വന്തം വ്യക്തിഗത താല്പര്യങ്ങൾക്കായ പ്രവർത്തനങ്ങളാണെങ്കിലോ അവിടെ ആർക്കും നിലകൊള്ളുവാൻ കഴിയുകയില്ല. അപ്പോൾ നാം ചിന്തിക്കേണ്ട എന്നൊരു കാര്യം, ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദേവാലയങ്ങളായാലും മറ്റു ശുശ്രൂഷകളായാലും അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പൂർണ്ണമായി അവിടെ കേൾക്കുവാൻ ഇടയാകുന്നില്ല. കാലാകാലങ്ങളിൽ കർത്താവ് തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് അനേകരെ ഉയർത്തുകയും അനേകരെ ഉപയുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2000 നൂറ്റാണ്ട് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ
ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രവർത്തിച്ചതുപോലെയാണോ ഇന്ന് ക്രൈസ്തവ സമൂഹം പ്രവർത്തിക്കുന്നത്? കർത്താവിന് വേണ്ടി നല്ല ഇടയവനായി ജീവിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നല്ല ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്ന ഇടയനാണ്. സ്വന്തം ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് നല്ല ഇടയൻ. ഇന്ന് അപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരമുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും കാണുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. അതിൻ്റെ 10:4 വായിക്കുമ്പോൾ, തനിക്കുള്ളവയെല്ലാം പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിയുന്നത് കൊണ്ട് അവനെ അനുഗമിക്കുന്നു. നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആടുകളെ പറ്റിയുള്ള കരുതൽ. നമ്മുടെ ആടുകളെ നമുക്ക് വ്യക്തമായി അറിയണം. എത്ര ആടുണ്ടെന്ന് മനസ്സിലാക്കണം. ആദ്യം അവരെ നയിക്കുമ്പോൾ ഓരോ ആടിൻ്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി, ആ ആടുകളുടെ ബലഹീനതകൾ മനസ്സിലാക്കി, അവരുടെ കുറവുകൾ മനസ്സിലാക്കിയാണോ നാം അവരെ നയിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇടയസ്ഥാനത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, ആ സ്ഥാനത്ത് ദൈവം എന്നെ എന്തിനാക്കി വെച്ചെന്നൊന്ന് നാം ചിന്തിക്കണം. എനിക്ക് നൽകിയിരിക്കുന്ന ആ വയൽ പ്രദേശം, ആ ശുശ്രൂഷയിൽ കടന്നു വരുന്നതിനെ പറ്റി എനിക്കൊരു ഭാരമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മുമ്പോട്ട് വായിക്കട്ടെ. അതിൻ്റെ 10:5 വായിക്കുമ്പോൾ, അവ അന്യനെ അനുഗമിക്കുകയില്ല. അന്യന്റെ ശബ്ദം കേട്ട് അറിയാത്തതിനാൽ അവ അവനെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്ന യുവതലമുറകൾ ദേവാലയങ്ങളിൽ നിന്ന് മാറി മറ്റ് ശുശ്രൂഷകളിലും മറ്റ് ദേവാലയങ്ങൾ പ്രവർത്തനത്തിനൊക്കെ കടന്നു പോകുന്നുണ്ട്. ശുശ്രൂഷകളിലും ഇപ്രകാരമൊക്കെ നടക്കുന്നതായി നാം കാണുന്നുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ അർത്ഥം എൻ്റെ ശബ്ദം, നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടയസ്ഥാനത്തിൻ്റെ ശബ്ദം ഇന്ന് ഈ ആടുകൾക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധി മേഖലകളിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടിയ രീതിയിലുള്ള സ്വാതന്ത്ര്യമോ വേണ്ടിയ രീതിയിൽ അവരെ കരുതുവാനോ കഴിഞ്ഞിട്ടില്ലായിരിക്കും. അവിടെയാണ് അവർ മറ്റ് ശബ്ദങ്ങളുടെ പുറകെ പോകുവാൻ ഇടയാകുന്നത്. ഇന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന വയൽ പ്രദേശങ്ങൾ, ദേവാലയങ്ങൾ, അത് ഏതുമായിക്കൊള്ളട്ടെ, ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ, അവിടുന്ന് ഒരു വ്യക്തി വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. പലപ്പോഴും അനേകർ പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് അവൻ വിട്ടുപോകുന്നത്. നമുക്കറിയാൻ കഴിയുകയില്ല അവൻ ദൈവത്തിൽ നിന്ന് അകന്നതാണോ അതോ ഇടയസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വേണ്ടിയ രീതിയിൽ തൻ്റെ ആടുകളെ നയിക്കത്തക്കോണമുള്ള കൃപകളിൽ നിലകൊള്ളുവാൻ കഴിയാത്തതാണോ എന്നാണ്. ഇന്നത്തെ ആധുനിക മേഖലകളിൽ ഒരു ആവശ്യം, യഥാർത്ഥമായ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം, ഒരു ഉണർവിൻ്റെ ആവശ്യമാണ്. അത് ജനമധ്യത്തിൽ മാത്രമല്ല, ഈ ശുശ്രൂഷകളും സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്ന ഇടയശ്രേഷ്ഠന്മാരുടെ ഒക്കെ ജീവിതത്തിൽ വ്യക്തമായി കർത്താവിൻ്റെ ഉണർവിൻ്റെ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വാക്ക് കേട്ട്, കർത്താവിൻ്റെ വാക്ക് ജനമധ്യത്തിൽ എത്തിക്കത്തക്കോണം, മായമില്ലാത്ത വചനം എത്തിക്കത്തക്കോണം അനേകരെ ഉണർത്തേണ്ട ആവശ്യ കാലങ്ങളിലാണ് ഇന്ന് ജീവിക്കുന്നത്. യുവതലമുറകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് അവർക്ക് വേണ്ടിയ രീതിയിലുള്ള ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകാതെ പോകുന്നതാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവിനെ വിട്ട് മറ്റ് മതത്തിലോ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയില്ല. കാരണം കർത്താവ് അവരുടെ ജീവിതത്തിൽ അപ്രകാരം കരുതുന്നതാണ്. അതാണ് ഇവിടെ വ്യക്തമായും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ മുമ്പോട്ട് വായിക്കട്ടെ. നാം ആദ്യം വായിച്ച അതിൻ്റെ ആരംഭം കുറിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10:26 വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലാത്തതിനാൽ വിശ്വസിക്കുന്നില്ല. പരീശന്മാരോട് പറയുന്നതാണ്. അവർ ചോദിക്കും, ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അത് കേൾക്കണമെങ്കിൽ അത് നയിക്കുന്ന ശുശ്രൂഷകർക്കാർക്കും അപ്രകാരം കർത്താവിൻ്റെ ശബ്ദം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ കർത്താവ് സ്വയമായിട്ട് അവിടെ പല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുമ്പോഴാണ്
ഇവിടെ ഈ ഉത്തരം പറയുന്നത്. അത് കഴിഞ്ഞ് ആ 27-ാം വാക്യത്തിൽ, നാം ആദ്യം വായിച്ച 27-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇന്ന് ആ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നാം ദേവാലയത്തിൽ കടന്നുപോയി ദേവാലയ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരായിരിക്കും, തിരുമേശയിൽ സംബന്ധിക്കുന്നവരായിരിക്കും. അതിനെക്കാട്ടി ഉപരി പല പ്രാർത്ഥനാ കൂട്ടങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ദൈവവചനം കേൾക്കുവാൻ ജിജ്ഞാസയോട് കടന്നു പോകുന്നവരായിരിക്കും. കൺവെൻഷൻ പന്തുകളിൽ കടന്നു ആരാധിക്കുകയും അവിടുത്തെ കൺവെൻഷൻ പ്രസംഗങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരായിരിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പല കാര്യങ്ങൾ ഇത് കേൾക്കുവാൻ നാം പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ പ്രവർത്തനത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ചെവി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തക്കോണം ഞാൻ അതിനായി ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്കറിയാം, പണ്ട് കാലത്തെ റേഡിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നോബ് തിരിക്കുമ്പോൾ ഒരിച്ചിര അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഭയങ്കര ശബ്ദത്തിൻ്റെ പ്രയാസങ്ങൾ അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് ആ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ മാത്രമേ നാം ആഗ്രഹിക്കുന്ന റേഡിയോ ചാനൽ വ്യക്തതയോടും കൃത്യതയോടും കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ, നാം ആയിരിക്കുന്ന ജീവിതത്തിൽ നാം അപ്രകാരം ആത്മീയമായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം നമ്മളെ അതിനായി ഒന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുവാനാണോ നമുക്ക് ആഗ്രഹം? അതല്ലോ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനാണോ നമുക്ക് ആഗ്രഹം? അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. കർത്താവിൻ്റെ യഥാർത്ഥമായ ശബ്ദം കേട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്കുള്ള ഒരു മുഖാന്തരമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകനെ വിളിച്ച വിളിയെ പറ്റി. അതായത് 1 ശമൂവേൽ 3:9 ആദ്യം വായിച്ച് നമുക്ക്. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. ശമൂവേലിനോട് വ്യക്തമായി ദൈവം വിളിച്ചപ്പോൾ, ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ ശമൂവേൽ വിചാരിച്ച് ഏലി പുരോഹിതനാണ് വിളിക്കുന്നത്. ഏലി പുരോഹിതന് മനസ്സിലായി അവിടെ ദൈവമാണ് ശമൂവേലിനെ വിളിക്കുന്നത്. അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പത്തെ പോലെ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വട്ടം ചിലപ്പോൾ ദൈവം ഇപ്രകാരം വിളിച്ചിട്ടുണ്ടായിരിക്കും. ആ വിളി മനസ്സിലാക്കുവാൻ കഴിയാതെ മറ്റുള്ളവരാണ് വിളിക്കുന്നതെന്നുള്ള ശ്രദ്ധയോട് നാം ജീവിക്കുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ അർത്ഥം ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കത്തക്കോണം നമ്മുടെ കാതുകളെ ട്യൂൺ ചെയ്തിട്ടില്ലെന്നാണ്. അപ്രകാരം അത് ചെയ്യുമ്പോഴാണ് ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, കർത്താവ് നമ്മളെ എപ്രകാരം വഴി നടത്തുമെന്ന് നാം മനസ്സിലാക്കാം. പ്രവാചകന്റെ പുസ്തകത്തിൽ 30:21 ഇപ്രകാരമാണ് പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത്: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലൂടെ കടക്കുക എന്നൊരു വാക്ക് പിന്നിൽ നിന്ന് കേൾക്കാം. കേൾക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തെ വിട്ടു ജീവിച്ച കാലയളവിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുൻപ് വ്യക്തമായി യഹോവ പ്രവാചകനിൽ കൂടെ അവരെ പറ്റി ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭവുമായി രാത്രി അഗ്നി തൂണായി എപ്രകാരമാണ് യഹോവയായ ദൈവം 40 വർഷക്കാലം അവരെ അവിടെ വഴി നടത്തിയത്. ഇന്നത്തെ കാലം പോലെ GPS ഒന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം GPS ആയിട്ട്, അതായത് ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം, ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു GPS ആയി അവരെ മുൻപോട്ട് വഴി നടത്തിയത്. ഇത്രയും ജനതകളെ നാം ഒരു കാര്യം ഇവരെ നടന്നാണ് കടന്നു പോകുന്നത്, ഒരു വാഹനമോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ജനതകളെ
ആ മരുഭൂയാത്രയിൽ എത്തേണ്ട സ്ഥാനത്തെത്തിക്കത്തക്കോണം ദൈവം വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ആ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, പൂർണ്ണമായി അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുകയാണെങ്കിൽ, ആ ദൈവം എന്നെയും നിങ്ങളെയും അപ്രകാരം വഴി നടത്തുവാൻ ഇടയാകും. വലത്തോട്ടാണോ ഇടത്തോട്ടാണോ നേരെയാണോ എങ്ങനെയാണ് പോവേണ്ടതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ഇടയാകും. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു യൂ ടേണിൻ്റെ ആവശ്യം കാണും. അത് നമ്മളെ കാണിക്കുമ്പോൾ നാം അതിന് പകരം നാം നേരെ പോകുകയാണെങ്കിൽ, ആ ശബ്ദം കേൾക്കാതെ നമ്മുടെ പാതയിൽ നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും യുക്തിയിലും പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളിലേക്കായിരിക്കും നാം കടന്നു ചെല്ലുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കരം പിടിച്ചുയർത്തത്തക്കോണം പ്രവർത്തിച്ചിരിക്കുന്നത്. എലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായി ആ കർത്താവിൻ്റെ ശബ്ദം എങ്ങനെയാ യഹോവയായ ദൈവം സംസാരിക്കുമ്പോൾ ആ സംസാരം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 രാജാവിൻ്റെ 19:11-12 വായിക്കുമ്പോൾ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ നിന്ന് പാറകളെ തകർത്തു. ശക്തിയുള്ള കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീക്ക് ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായിരുന്നു. നാം വചനത്തിൽ യഹോവയായ ദൈവം ഗാംഭീര്യത്തോടെ കടന്നു വരും ഇങ്ങനൊക്കെ നാം വായിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ എലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാണ്. തീ കഴിഞ്ഞ് സാവധാനത്തിൽ ഒരു മൃദുസ്വരം കേൾക്കുവാനിടയായി. ഇന്ന് നാം കേൾക്കുന്ന സ്വരത്തെപ്പറ്റി നാം ഒന്ന് മനസ്സിലാക്കണം. അത് ദൈവസന്നദ്ധിയിൽ നിന്നുള്ളതാണോ അതോ വ്യാജമായ അപസ്വരങ്ങളാണോ എന്ന് നമുക്കറിയാം. ഈ ബാങ്കിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഇതിനു മുമ്പ് ഇത്രയും ആധുനിക സാമഗ്രിയൊക്കെ വരുന്നതിന് മുമ്പ് അവർ നോട്ട് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നോക്കുന്നത് തൊട്ടാണ്, അതിനെ സ്പർശിച്ചിട്ടാണ്. അത് അവനൊരു പ്രവർത്തനം ആരംഭിക്കല്ല, കാലങ്ങൾ കഴിയുമ്പോൾ അവർക്കത് തൊടുമ്പോൾ തന്നെ അറിയാം ഇത് വ്യാജമാണോ സത്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം വിവേചിക്കുവാൻ കഴിയേണ്ട ഒരു ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം കേൾക്കുന്ന ശബ്ദം ദൈവസന്നിധിയിൽ നിന്നും ദൈവഹിതപ്രകാരം വചനത്തിന് അടിസ്ഥാനമായ ശബ്ദമാണോ അതോ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ശബ്ദമാണോ? ദൈവത്തിൻ്റെ ശബ്ദം ഒരിക്കലും ഭയപ്പാടിൻ്റെ ശബ്ദമല്ല. ഇന്ന് പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കർത്താവ് കടന്നു വന്നത് നമ്മളെ വീണ്ടെടുക്കത്തക്കോണം സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശബ്ദമാണ്. മൃദുലമായ ശബ്ദമാണെന്നാണ് പറയുന്നത്. ആ മൃദുവായ ശബ്ദം കേൾക്കണമെങ്കിൽ നാം അതിനായി ഒരുക്കപ്പെടണം. ഇതുമാത്രമല്ല, പലപ്പോഴും ഇപ്രകാരമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഏത് സാഹചര്യങ്ങളും ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രതികരണവും ദൈവം നമ്മെ നോക്കുന്നുണ്ട്. ഇപ്രകാരം ശാന്തതയോടെ ആ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വേണം. അതായത് സങ്കീർത്തനം 46:10 സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം ഒന്ന് ചിന്തിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. മിണ്ടാതിരുന്ന് ഇന്ന് പലപ്പോഴും അതാണ് നമുക്ക് കഴിയാതെ പോകുന്നത്. ദൈവസന്നിധിയിൽ നാം കടന്നു വരുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഉള്ളൊരു സാമാന്യമായ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനമില്ല. അതിന് നമ്മെ തന്നെ ശാന്തതയോട് സൗമ്യതയോട് സഹിഷ്ണുതയോട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം പഠിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയും ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, ഇന്ന് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത് ശാന്തതയുള്ള അവൻ്റെ ശബ്ദം കേൾക്കുവാനാണ്. ആ ശബ്ദം കേട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പുതുക്കപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം നമുക്കിറങ്ങുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തിൻ്റെ സാക്ഷികളായിത്തീരുന്നത്. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗ്ഗസ്ഥനാഥ, അങ്ങയുടെ സനയിൽ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ജനത്തെ നയിക്കാൻ തന്ന സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം. വചനമായ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യക്തതയോടെ പല കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുവാൻ അതിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കാതെ ജീവിച്ച കാലങ്ങളുണ്ട് കർത്താവേ. അതിൽ നിന്നൊരു മാറ്റപ്പെട്ട് അങ്ങയുടെ ശബ്ദം വ്യക്തമായി കേട്ട് അതിനൊത്തവണ്ണം ജീവിപ്പാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലുണ്ടായിരിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.